ഇവരാണ് CPM സ്ഥാനാർത്ഥികൾ. 15 പേരുടെ പട്ടികയായി. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് CPM അന്തിമ രൂപം നൽകി. ഇന്ന് ചേർന്ന സെക്രട്ടേറിയറ്റ് സംസ്ഥാന കമ്മിറ്റി യോഗങ്ങളാണ് പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകിയത്. ഒരു പോളിറ്റ് ബ്യൂറോ അംഗവും 3 ജില്ലാ സെക്രട്ടറിമാരും 4 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെട്ടതാണ് CPM പാനൽ. പാലക്കാട് പോളിറ്റ് ബ്യൂറോ അംഗവും മുൻ MP-യുമായ A. വിജയരാഘവനായിരിക്കും മത്സരിക്കുക. ആലപ്പുഴയിൽ ഏക സിറ്റിംഗ് MP-യായ AM ഐഫ് തന്നെ വീണ്ടും ജനവിധി തേടും. സംസ്ഥാനത്ത് ആകെയുള്ള 20 സീറ്റുകളിൽ 15 CPM മത്സരിക്കുക. 4 സീറ്റുകൾ CPIക്കും 1 കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനുമാണ്. മന്ത്രി K. രാധാകൃഷ്ണൻ അടക്കം 4 സിറ്റിംഗ് MLA-മാർ ഇത്തവണ ലോക്സഭയിലേക്ക് മത്സരിക്കും. 3 ജില്ലാ സെക്രട്ടറിമാരും മത്സരരംഗത്തുണ്ടാവും. കാസർഗോഡ് മണ്ഡലത്തിൽ ജില്ലാ സെക്രട്ടറി AV ബാലകൃഷ്ണനും കണ്ണൂരിൽ ജില്ലാ സെക്രട്ടറി ജയരാജനും ആറ്റിങ്ങലിൽ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും വർക്കല MLA-യുമായ V. ജോയിയും മത്സരിക്കും. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ തോമസ് ഐസക് പത്തനംതിട്ടയിലും KK ശൈലജ വടകരയിലും എളമരം കരീം കോഴിക്കോട്ടും മന്ത്രി K. രാധാകൃഷ്ണൻ ആലത്തൂരിലും മത്സരിക്കും. മലപ്പുറത്ത് DYFI സംസ്ഥാന പ്രസിഡന്റ് V. വസീഫും എറണാകുളത്ത് പറവൂർ നഗരസഭാ കൗൺസിലറും KSTA നേതാവുമായ KJ ഷൈനും പൊന്നാനിയിൽ KS ഹംസയുമാണ് പട്ടികയിലെ പുതുമുഖങ്ങൾ. കൊല്ലത്ത് സിറ്റിംഗ് MLA M. മുകേഷ് തന്നെ മത്സരിക്കും. ഇടുക്കിയിൽ ജോയ്സ് ജോർജ് തന്നെ വീണ്ടും മത്സരിക്കും. ചാലക്കുടിയിൽ മുൻ മന്ത്രി കൂടിയായ C. രവീന്ദ്രനാഥിനെയാണ് പാർട്ടി നിശ്ചയിച്ചിരിക്കുന്നത്. പൊന്നാനി പിടിച്ചെടുക്കുവാൻ പല പേരുകളും ചർച്ച ചെയ്ത ശേഷം അവസാന നിമിഷമാണ് ലീഗ് വിമതനായി മാറി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട KS ഹംസയെ സ്വതന്ത്രനായി നിർത്തുവാൻ തീരുമാനിച്ചത്. മുതിർന്ന നേതാക്കളെ തന്നെ ഭൂരിപക്ഷം സീറ്റുകളിലും രംഗത്തിറക്കി കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട പാർട്ടിയുടെ ഉറച്ച സീറ്റുകളും ആഞ്ഞുപിടിച്ചാൽ ജയിക്കാമെന്ന് കരുതുന്ന സീറ്റുകളുമാണ് CPM ലക്ഷ്യമിടുന്നത്. ഈ മാസം 27-ന് ചേരുന്ന PB യോഗത്തിന് ശേഷമാവും സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. അടുത്ത തവണ പെട്ടുപഴച്ച് വീണ്ടും ഭരണം കിട്ടിയാൽ മരുമകന് മുഖ്യമന്ത്രി കസേര കിട്ടുവാൻ പാരയാകുവാൻ സാധ്യതയുള്ള എല്ലാവരെയും ഈ ലിസ്റ്റിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.